വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് എന്ന ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷായുവിൻ്റെ പ്രോഗ്രാം കാണാൻ ജിയ വളരെ നന്നായിട്ടാണ് ഒരുങ്ങി വന്നത്. ഖുറാൻ അവളെ കണ്ടെടുക്കാൻ നോക്കി നിന്ന് പോകുന്നുണ്ട്. നീ ഏതാ, ഞങ്ങളുടെ ജിയ എവിടെ എന്നൊക്കെ ഫെങ് കമൻ്റ് അടിക്കുന്നുമുണ്ട്. അവർ അകത്ത് കയറിയിരുന്ന് കുറേ സമയം കഴിഞ്ഞിട്ടും അവൻ്റെ പ്രോഗ്രാം തുടങ്ങാത്തതിനാൽ അവൾ അസ്വസ്ഥയാകുന്ന കണ്ട് അവൾ എങ്ങനെയാണ് അവനെ ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന് ഖുറാൻ സംശയം ചോദിക്കുന്നു. ആദ്യമൊക്കെ അവൻ്റെ ഗിത്താർ വായനയാണ് അവനിലേക്ക് ആകർഷിച്ചത്. പിന്നീട് കൂടുതലെടുത്തപ്പോൾ അവൻ്റെ സ്വഭാവം വളരെ ആക്റ്റീവായി തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അവൻ സൈക്കിളിൽ വീട്ടിൽ കൊണ്ടുവിട്ട ദിവസത്തെക്കുറിച്ച് അവൾ പറയുന്നു. അന്നാണ് ശരിക്കും അവന് കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതെന്ന് അവൾ പറഞ്ഞപ്പോൾ ടൈമിംഗ് മിസ്സായതോർത്ത് ഖുറാൻ ശരിക്കും വിഷമിക്കുന്നു. അന്ന് സത്യത്തിൽ അവൾ കോറിഡോറിൽ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. അവൻ അടുത്തുള്ള ഷോപ്പിലേക്ക് നാപ്കിൻ വാങ്ങാനായി പോയതായിരുന്നു. അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരെണ്ണവും വാങ്ങി തിരികെ എത്തിയപ്പോഴേക്കും അവൾ അവിടെ നിന്ന് പോയിരുന്നു. അവനങ്ങനെ ചെയ്തതിനെക്കുറിച്ച് അവൾക്ക് അറിയുക പോലുമില്ല. വിഷമം തോന്നിയെങ്കിലും അവൻ അതിനെക്കുറിച്ച് അവളോട് പറയുന്നില്ല. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഷായുവിനോട് സംസാരിക്കണമെന്ന ആഗ്രഹത്തെ അവൾ അവിടെ നിന്ന് ചുറ്റുന്നത് കണ്ട് അവൻ തന്നെയാണ് അവളെ സ്റ്റേജിന് പുറകിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷേ ദൂരെ നിന്നല്ലാതെ അവൻ അവൾക്കൊപ്പം അടുത്തേക്ക് പോകുന്നില്ല. ജിയ ധൈര്യം സംഭരിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നു. നേരിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നതിന് ആശംസ അറിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ നേരത്തെ എഴുതി വെച്ചിരുന്ന ലെറ്റർ അവന് കൊടുക്കുന്നു. അത് കണ്ടു നിൽക്കാൻ പറ്റാത്ത പോലെ റാങ് ഈ സമയം മറിഞ്ഞു നിന്നിരുന്നു. എൻ്റെ അനിയത്തിയും നിന്നെപ്പോലെ തന്നെയാണ്. അവൾക്ക് എപ്പോഴും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കത്തിലൂടെയാണ് എന്നോട് കാര്യങ്ങൾ പറയാറുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിയാണ് ഓർമ്മ വന്നതെന്ന് കത്ത് വാങ്ങിക്കൊണ്ട് ഷായു പറയുന്നു. അവൻ്റെ സംസാരം കണ്ടപ്പോൾ അവൻ അനിയത്തിയെപ്പോലെയാണ് തന്നെ കാണുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ മറന്നുപോയി. അതുകൂടി എഴുതിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും തരാമെന്ന് പറഞ്ഞ് അവൾ അത് തിരികെ വാങ്ങുന്നു. ഖുറാൻ അവിടെ നിന്ന് അതും കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ ഹീൽസിൻ്റെ ബുദ്ധിമുട്ട് കാരണം നടക്കാൻ വയ്യാതെ അവൾ ഒരിടത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവനൊരു ചെരുപ്പ് വാങ്ങിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളത് മാറ്റിയിടുന്നുണ്ട്. ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് ഇത്രയൊക്കെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്ന് അവൾ പറയുന്നു. അവൻ അവൾക്കൊപ്പം അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് ഓരോരുത്തരെയും സ്പെഷ്യലാക്കുന്നത്. നിന്നെ സ്പെഷ്യലാക്കുന്ന കുറേ സ്വഭാവങ്ങൾ നിനക്കുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് മറ്റൊരാളാകാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. നീയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അവൻ അവളുടെ അടുത്തിരുന്ന് പറയുന്നു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് കുറച്ച് ഫ്രീ ആകുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ ഷായു എന്നെ സിസ്റ്ററെ പോലെയാണ് കാണുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ആകുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവിയിൽ ചിലപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വന്നേക്കും എന്നൊക്കെ അവൾ പറയുന്നു. അവൾ അത്ര പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ തയ്യാറായത് അവനെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഷായു പോകുന്ന ദിവസം എയർപോർട്ടിൽ യാത്രയാക്കാൻ അവരെല്ലാവരും പോയിരുന്നു. ജിയ മാത്രം കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അവനുവേണ്ടി ഒരു സ്റ്റാറും അവൾ ഉണ്ടായിക്കൊണ്ട് വന്നിരുന്നു. ഖുറാന് ജിയയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഷായുവിന് അറിയാമായിരുന്നു. ഭാവിയിൽ അവർക്ക് ഒരുമിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നൊരു ചെറിയ സൂചന നൽകിയിട്ടാണ് അവൻ പോയത്. ഷായു പോയി കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും വേഗം സ്കൂളിലെത്താനായി ഓടുന്നുണ്ട്. ജിയ മാത്രം പിന്നെയും കുറച്ച് സമയം കൂടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവൾ സന്തോഷത്തോടെ തന്നെയാണ് അവിടെ നിന്ന് പോയത്. അത്തവണ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സായി റാങ്ങിൻ്റെ ഇംഗ്ലീഷ് മാർക്കാണ് ആദ്യം നോക്കിയത്. എക്സാം നല്ല ടഫായിരുന്നെങ്കിലും അവന് 95 മാർക്കുണ്ട്. അത് വലിയ കാര്യമാണെന്ന് പറഞ്ഞ് അവൾ അവനെ അഭിനന്ദിക്കുമ്പോഴാണ് എക്സാം വളരെ ടഫായിരുന്നിട്ടും 137 മാർക്ക് വാങ്ങിയ ഒരു ജീനിയസ് ഇവിടെ ഉണ്ടെന്ന് ഫെങ് പറഞ്ഞത്. നീ ആ ക്രേസി ജീനിയസിൻ്റെ മൈറ്റേണ്ട കാര്യമില്ല. നിന്റെ സ്കോർ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂട്ടിയിട്ടുണ്ട്. അതുമാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിച്ചപ്പോഴാണ് ആ ക്രേസി ജീനിയസ് നീയാണെന്നുള്ള വിവരം നിനക്കറിയാമെന്ന് ജിയ അവളുടെ സ്കോർ കാണിച്ചുകൊണ്ട് ചോദിച്ചത്. അവൾക്കാണ് അത്രയും മാർക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും എക്സാമിന് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നതിനാൽ നമുക്ക് വെക്കേഷൻ ഒരു ട്രിപ്പ് പോയാലെന്ന് ഖുറാൻ സജസ്റ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. അന്ന് റാങ്ങിൻ്റെ അമ്മ അങ്കിളിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്കോർ ഒരുപാട് കുറവാണ്. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞ് അവർ അവനെ കുറ്റപ്പെടുത്തുന്നു. ഇപ്രാവശ്യത്തെ എക്സാം വളരെ ടഫായിരുന്നു. 95 മാർക്ക് അത്ര കുറവൊന്നുമല്ല എന്ന് പറഞ്ഞ് അങ്കിൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അമ്മ അവൻ്റെ പാത്രത്തിലേക്ക് കൊഞ്ചെടുത്ത് വെക്കുന്നുണ്ട്. ലുലിയുടെ മാർക്ക് ഇതുവരെ 130 താഴേക്ക് പോയിട്ടില്ല. നീ ഇവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടി ഉഴപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ പിന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഇതുവരെ ഉഴപ്പിയിട്ടില്ല. മാത്രമല്ല കൊഞ്ചെനിക്ക് അലർജിയാണെന്ന് അവൻ്റെ പ്രതിഷേധം പോലെ പറയുന്നു. അമ്മയ്ക്ക് അതുപോലും ഓർമ്മയില്ലാത്തത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ഞാൻ മാർക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ടെൻഷനായപ്പോൾ അറിയാതെ എടുത്ത് വെച്ച് പോയതാണ്. നിനക്ക് അലർജിയാണെന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറഞ്ഞ് അമ്മ അതെടുത്ത് മാറ്റുന്നുണ്ട്. ട്രിപ്പ് പോകുന്നതിൻ്റെ കാര്യം അങ്കിൾ പറഞ്ഞ അവസാനം അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. അവന് പെർമിഷൻ കിട്ടാൻ ലേറ്റായതുകൊണ്ട് എത്താനും വൈകുന്നു. ബാക്കി എല്ലാവരും എപ്പോഴും റെഡിയായി വന്ന് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പോകാൻ ഇനി 1 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് അവൻ എത്തുമെന്നൊക്കെ സായി സംശയിച്ചിരിക്കുമ്പോഴാണ് അവൻ വന്നത്. അങ്ങനെ 5 പേര് കൂടി ട്രിപ്പ് പുറപ്പെടുന്നു. യാത്ര എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ട്രെയിനിൽ ഒരുമിച്ചിരുന്ന് ഷീട്ട് കളിക്കുകയും മറ്റും ചെയ്തവർ സമയം കളയുന്നു. ഇടയ്ക്ക് എല്ലാവരും ഉറങ്ങിപ്പോകുന്നുണ്ട്. സായി റാങ്ങിൻ്റെ തോളിലേക്ക് ചാരിയിരുന്ന് വായും തുറന്നു വെച്ച് ഉറങ്ങിയപ്പോൾ അവൻ്റെ തൊപ്പിയെടുത്ത് അവളുടെ മുഖത്തേക്ക് വെക്കുന്നു. ബീച്ചിലും മറ്റുമായി അവർ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യുന്നു. ഖുറാൻ ജിയുടെ കുറേ ഫോട്ടോസ് എടുക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ എടുക്കുന്നു. അങ്ങനെ അടിച്ചു പൊളിക്കുന്നതിനിടയിലാണ് അവളുടെ പേഴ്സ് മിസ്സായി എന്നറിയുന്നത്. ഖുറാനും ഫെങ്ങും അവരുടെ ക്യാഷ് കൂടി അവളെ ഏൽപ്പിച്ചിരുന്നതിനാൽ അതെല്ലാം നഷ്ടപ്പെടുന്നു. കുറേ അന്വേഷിച്ചിട്ടും അവർക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ആയി ജിയുടെ അവസ്ഥ. പേഴ്സ് സൂക്ഷിക്കാതിരുന്നതിൽ അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവളെ സമാധാനിപ്പിക്കുന്നു. സായിയുടെ റാങ്ങിൻ്റെ ക്യാഷും കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിലും അവർ പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അത് തികയാതെ വരും. അതുകൊണ്ട് അത്യാവശ്യം ചിലവിന് ക്യാഷ് കണ്ടെത്താൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവൾ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തുന്നിടത്ത് പാർട്ട് ടൈം ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്നൊരു നോട്ടീസ് കണ്ടത്. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് സായി സജസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവർ ആ ജോലിക്കായി പോകുന്നു. ടെഡിയുടെയും മറ്റും കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് നോട്ടീസ് വിതരണം ചെയ്യുന്ന ജോലിയാണ് ഖുറാനും ജയിക്കും കിട്ടിയത്. തൻ്റെ സുന്ദരമായ മുഖം മറച്ചു വെച്ച് ജോലി ചെയ്യണമെന്നറിഞ്ഞപ്പോൾ ഖുറാൻ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ ചെയ്യുന്ന ജോലി വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് പറഞ്ഞ്
സമാധാനിപ്പിച്ച് ജി അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. സായിക്ക് റാങ്കിന് ഫെസ്റ്റിവലിനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും മറ്റുമുള്ള കുറച്ച് കട്ടിപ്പണിയാണ് കിട്ടിയത്. അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിലാണ് എക്യുപ്മെൻറ്റ് റൂമിലുള്ള ഒരു സാധനം എടുത്തുകൊണ്ട് വരാനായി ഒരു സ്റ്റാഫ് അവളോട് പറഞ്ഞത്. അവളെ അവിടെ നിർത്തിയിട്ട് റാങ്ക് പോകാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും അവൻ പോയാൽ അവനെടുത്ത് മാറ്റിവെക്കേണ്ട വലിയ ബോക്സൊക്കെ അവൾ മാറ്റിവെക്കേണ്ടി വരും എന്ന് മറ്റേയാൾ പറയുന്നതിനാൽ അവനെ അവിടെ നിർത്തിയിട്ട് അവൾ തന്നെ പോകുന്നു. പക്ഷേ സാധനം എടുത്തുകൊണ്ട് തിരികെ വരുമ്പോൾ അവൾക്ക് വഴി തെറ്റുന്നു. എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ചുറ്റിത്തിരിയുന്നിടയിലാണ് അവൾ നിന്ന സ്ഥലത്തെ ലൈറ്റ് മിന്നി കത്താൻ തുടങ്ങിയത്. ഒരു വല്ലാത്ത മ്യൂസിക്കും കേൾക്കുന്നു. എല്ലാം കൂടി ആയപ്പോൾ അവൾ പേടിച്ച് ഓടുന്നുണ്ട്. കുറേ സമയമായിട്ടും അവളെ കാണാത്തതുകൊണ്ട് റാങ്ക് അപ്പോഴേക്കും അന്വേഷിച്ചെത്തിയിരുന്നു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ മുന്നിലേക്കാണ്. അവനെ കണ്ടപ്പോൾ പേടിച്ച് അവൾ കെട്ടിപ്പിടിക്കുന്നു. അവന് ചിരി വരുന്നുണ്ടെങ്കിലും തോളിൽ തട്ടി അവളെ സമാധാനിപ്പിക്കുന്നു. പിന്നെയാണ് സംഭവം എന്താണെന്ന് അവൻ തിരിഞ്ഞത്. ആരോ മറന്നു വെച്ച ഫോൺ അവിടെ നിന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിംഗ് ടോൺ കേട്ടാണ് അവൾ പേടിച്ചത്. റാങ്ക് കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഫോണിൻ്റെ ഓർഡറായിരുന്നു വിളിച്ചത്. സ്ഥലം പറഞ്ഞപ്പോൾ ഫോൺ അവിടെ തന്നെ വെച്ചേക്കാൻ അയാൾ പറയുന്നു. കണ്ടെത്താൻ സഹായിച്ചതിന് പകരമായി അവന് വൈകിട്ട് ഫുഡ് വാങ്ങിക്കൊടുക്കുന്ന കാര്യം പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, റിംഗ് ടോൺ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവൻ കട്ട് ചെയ്തത്. ഖുറാനും ജിയയും കൂടി റോഡിൽ നിന്ന് ഡാൻസ് കളിക്കുകയും മറ്റും ചെയ്തിട്ട് പോലും ആരും നോട്ടീസ് വാങ്ങാതെ പാസ് ചെയ്ത് പോവുകയാണ്. അവസാനം രണ്ടുപേരും അടുത്തൊരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. അത് മുഴുവൻ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ. ജിയുടെ വിഷമം കണ്ടപ്പോൾ ഖുറാൻ തന്നെ ഒരു പരിഹാരം കാണുന്നു. അവർ റോഡിൽ കിടന്നുകൊണ്ട് നോട്ടീസ് വിതരണം ചെയ്യാൻ തുടങ്ങുന്നു. അത്രയും സമയം ആളുകളൊക്കെ അവരെ മൈൻഡ് ചെയ്യാതെ പോവുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. നീ ഒട്ടും പ്രൊഫഷണൽ അല്ല, ഭയങ്കര മടിയനാണ് എന്നൊക്കെ ജിയ കുറ്റപ്പെടുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും മറുവശത്തേക്ക് കിടന്ന് അങ്ങനെ തന്നെ നോട്ടീസ് കൊടുക്കാൻ തുടങ്ങുന്നു. രണ്ടുപേരും കൂടി റോഡിൽ നിന്ന് നടുക്കിടക്കുന്നത് കൊണ്ട് ആളുകൾക്ക് വാങ്ങാതെ പോകാൻ പറ്റില്ല. അങ്ങനെ രണ്ടുപേരും കൂടി അതെല്ലാം കൊടുത്തു തീർക്കുന്നുണ്ട്. പക്ഷേ പ്രതിഫലം വാങ്ങാൻ ചെന്നപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് കുറച്ച് ക്യാഷ് അയാൾ കുറയ്ക്കുന്നു. രണ്ടുപേരും കൂടി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നോട്ടീസ് വിതരണം ചെയ്യുന്നു എന്നാരോ പരാതി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ക്യാഷ് കുറച്ചത്. എല്ലാവരുടെയും കൂടി ക്യാഷ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ചിലവിനുള്ള ക്യാഷായി. പക്ഷേ അടുത്ത ദിവസം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് മ്യൂസിക് ഫെസ്റ്റിവലിൽ തന്നെ പങ്കെടുത്താലോ എന്ന് അവർക്ക് തോന്നിയത്. അങ്ങനെ അതിൻ്റെ ടിക്കറ്റ് വാങ്ങാനായി അവർ ജോലിക്ക് ചെന്നയാളുടെ അടുത്ത് തന്നെ അവർ ചെല്ലുന്നു. അവരുടെ ക്യാഷ് മുഴുവനും കൂടി കൊടുത്താലും 4 പേരുടെ ടിക്കറ്റിനുള്ള ക്യാഷ് കഷ്ടിച്ചാവുകയുള്ളൂ. ഒരാൾക്ക് ടിക്കറ്റ് കിട്ടില്ല. ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വന്നത് ഈ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി മാത്രമാണ്. ഒരു ഇളവ് അനുവദിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അയാളുടെ കാല് പിടിച്ച അവസാനം 5 ടിക്കറ്റ് വാങ്ങുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ചില്ലറ ഉണ്ടായിരുന്നത് അയാൾ അവർക്ക് തന്നെ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ സന്തോഷത്തോടെയാണ് അവർ റൂമിലേക്ക് പോയത്. അന്ന് രാത്രി ഖുറാൻ്റെ അമ്മ വിളിച്ച് അവർ എന്നാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ അന്വേഷിക്കുന്നു. ഒരു ദിവസം കൂടി കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഇംഗ്ലീഷ് കുറെ കൂടി മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ലുലി ഇപ്പോൾ തന്നെ 12th പാസ്സാവാനുള്ള എല്ലാ പേപ്പറും എഴുതി കഴിഞ്ഞു. നീ ഇങ്ങനെ പതുക്കെ ഇരുന്നാൽ അവനേക്കാൾ പുറകിലായി പോകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഫോൺ വെച്ചത്. അവൻ ബാൽക്കണിയിൽ നിന്നാണ് സംസാരിച്ചത്. ആ സമയത്താണ് സായി എന്തോ വാങ്ങിക്കൊണ്ട് വരുന്നത് അവൻ കണ്ടത്. അവനെ കണ്ടപ്പോൾ അവൾ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറയുന്നു. അവിടെ ഇരുന്ന് ഐസും കഴിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി കുറച്ച് സമയം സംസാരിക്കുന്നു. അത് അവന് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഒരു അനിയൻ ഇല്ലാത്തതിൻ്റെ വിഷമം അവൾ പറയുന്നു. അവൻ ഒറ്റ മകനാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അനിയനുണ്ട് എന്നവൻ പറഞ്ഞപ്പോൾ കാണാൻ നിന്നെ പോലെയാണോ, നിന്റെ സ്വഭാവം പോലെയൊക്കെയാണോ എന്നവൾ ചോദിക്കുന്നു. കാണാൻ ഏകദേശം എന്നെ പോലെ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ സ്വഭാവം എൻ്റെ പോലെയല്ല, നല്ല സ്വഭാവമാണ് എന്നവൻ പറയുന്നു. നിന്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം, നിന്റെ സ്വഭാവം നല്ലതാണെന്ന് പറഞ്ഞ് അവൾ എതിർക്കുന്നു. കാണാൻ ആരെയാണ് കൂടുതൽ നല്ലത് എന്നവൾ ചോദിച്ചപ്പോഴും അനിയനാണ് എന്നാണ് അവൻ പറയുന്നത്. അത് ഞാൻ സമ്മതിക്കില്ല, നിന്നെ തന്നെയാണ് കൂടുതൽ നല്ലത് എന്നും അവൾ പറയുന്നു. നീ മാത്രമേ അങ്ങനെ പറയൂ എന്നവൻ അപ്പോൾ പറയുന്നുണ്ട്. അവന് അനിയൻ്റെ കാര്യത്തിൽ കുറച്ച് കോംപ്ലക്സ് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. അവൻ മൂടഭാഗത്ത് കണ്ട് അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു കോയിൻ എടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ ജോലി ചെയ്തപ്പോൾ കിട്ടിയതിൻ്റെ പ്രതിഫലമാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചതെങ്കിലും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതെനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. പക്ഷേ നിനക്ക് ഞാനിത് തരികയാണ് എന്ന് പറഞ്ഞ് അവൾ അത് അവന് നൽകുന്നു. നിൻ്റെ അനിയന് മറ്റുള്ളവർ 100 മാർക്ക് നൽകുകയാണെങ്കിൽ ഞാൻ നിനക്ക് 101 മാർക്ക് തരും. എൻ്റെ മുന്നിൽ എപ്പോഴും നിനക്കായിരിക്കും കൂടുതൽ സ്കോർ. ആ ഒരു സ്പെഷ്യൽ മാർക്ക് ഞാൻ എപ്പോഴും നിനക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൾ നൽകിയ കോയിൻ അവൻ സൂക്ഷിച്ചു വെക്കുന്നു. ജിയ റാങ്കിനും ഫെങ്ങിനും ഒപ്പം ചീട്ട് കളിക്കായിരുന്നു ഈ സമയം. ഓരോ തവണ തോൽക്കുമ്പോഴും തോൽക്കുന്ന ആളുടെ നെറ്റിയിൽ ഓരോ കൊട്ട് കൊടുക്കും. കുറേ തവണയായി ഖുറാനാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവൻ തന്നെ ജയിക്കുന്നു. കുറേ തവണ കൊട്ട് കിട്ടിയത് കാരണം ഇനിയും കൊള്ളുമല്ലോ എന്നോർത്ത് ജിയ നെറ്റി തടകുന്നുണ്ട്. പക്ഷേ ഖുറാൻ അവളുടെ നെറ്റിയിൽ ചെറുതായും തൊട്ടതല്ലാതെ നോവിക്കുന്നില്ല. അടികൊണ്ട് നെറ്റിയും തടവിയിരുന്ന ഫെങ് അത് കണ്ട് അന്തപ്പെടുന്നു. ജിയ കണ്ണു തുറന്ന് വിവരം തിരക്കിയപ്പോൾ കൈ സ്ലിപ്പായതാണെന്ന് അവൻ കള്ളം പറയുന്നു. വീണ്ടും അടിക്കാൻ തുടങ്ങിയിട്ട് അവൾ സമ്മതിക്കുന്നില്ല. അവൻ അബദ്ധം പറ്റിയതോർത്ത് ജിയ സന്തോഷിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഷായിവിൻ്റെ മെസ്സേജ് വന്നത്. വിശേഷം എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അവളും കൂടി അവൻ്റെ ഫോണിലേക്ക് നോക്കുന്നു. എനിക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഗേൾഫ്രണ്ടിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ കൂടി അവൻ അയച്ചിരുന്നു. ഖുറാൻ പെട്ടെന്ന് ഫോൺ മാറ്റി പിടിക്കുന്നുണ്ടെങ്കിലും ജിയ അത് കണ്ടു കഴിഞ്ഞിരുന്നു. ഞാൻ മുഴുവൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ഫെങ് ഫോൺ വാങ്ങാൻ തുടങ്ങിയെങ്കിലും ഖുറാൻ്റെ നോട്ടം കണ്ടപ്പോൾ കാര്യം മനസ്സിലായി പിന്മാറുന്നു. മുറിയിൽ പോയി കുറച്ച് കോള എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ജിയ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൾ റൂമിലേക്ക് നടക്കുമ്പോൾ സായിയും എത്തുന്നു. അവളുടെ നടപ്പ് കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് സായിക്ക് മനസ്സിലാകുന്നുണ്ട്. ഷായുവിന് ഗേൾഫ്രണ്ടിനെ കിട്ടിയ വിവരം ജിയ അവളോട് പറയുന്നു. ആദ്യം കണ്ടപ്പോൾ നല്ല വിഷമം തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഷായു വളരെ സന്തോഷത്തോടെയാണ് അവർക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവർ നല്ല മാച്ചാണ്. ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുന്നത് ഞാൻ തിരികെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ അവൾ പറയുന്നു. അവർ റൂഫ് ടോപ്പിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് കാറ്റടിച്ച് അവളുടെ കണ്ണിലേക്ക് എന്തോ പൊടി വീഴുന്നുണ്ട്. മുത്തശ്ശി ഫോൺ വിളിച്ചപ്പോൾ സിഗ്നൽ കിട്ടാത്തതിനാൽ ഫോണുമായി അവിടേക്ക് വന്ന ഫെങ് അത് കണ്ടപ്പോൾ അവൾ കരയുകയാണെന്ന് കരുതി അവരെ ശല്യപ്പെടുത്താതെ തിരികെ പോകുന്നു. ഫോൺ ചെയ്യാൻ പോയ അവൻ പെട്ടെന്ന് തിരികെ വന്നതുകൊണ്ട് ഖുറാൻ വിവരം തിരക്കിയപ്പോൾ ജിയ മുകളിൽ നിന്ന് കരയുകയാണെന്ന് അവൻ പറയുന്നു. അത് കേട്ടപ്പോൾ അവനും വിഷമമാകുന്നുണ്ട്. നാളത്തെ ഫെസ്റ്റിവലിന് പോകുമ്പോൾ അവളുടെ മൂഡ് എങ്ങനെയായിരിക്കുമോ എന്നും ഫെങ് സംശയിക്കുന്നു. അടുത്ത ദിവസം എല്ലാവരും കൂടി മ്യൂസിക് ഫെസ്റ്റിവലിന് പോകുന്നുണ്ട്. അവിടെ ഒരു സ്റ്റാളിൽ ഫേസ് പെയിൻറ്റിങ് ഇരിക്കുന്നത് കണ്ട് എല്ലാവരും അത് ചെയ്യാനായി ഓടിച്ചെല്ലുന്നു. ജിയ ഒരു സ്റ്റാർ വരച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ
ഖുറാനും അത് തന്നെ മതിയെന്ന് പറയുന്നു. സായി സൂര്യനെ വരയ്ക്കാൻ പറയപ്പോൾ റാങ്ക് സൺഫ്ലവർ വരയ്ക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ മുഖത്ത് അതൊക്കെ വരച്ച ശേഷം പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ആ ഷോ ആസ്വദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.